പ്രജിത, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബിസിനസ് സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ചൈനയിൽ നിന്ന് വരുന്നൊരു വാർത്ത നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. സംശയത്തോടെയാണ് നമ്മൾ കാണുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ലെങ്കിലും ഈ ഏജൻസി വലിയൊരു ഏജൻസി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഈ വാർത്തയിലേക്ക് വന്നാൽ, ചൈന പുരുഷന്മാരുടെ DNA ബാങ്ക് സ്ഥാപിക്കുന്നു എന്നാണ്. അപ്പം അവരൊരു വിമർശകർ പറയുന്നത് സ്വകാര്യതാ ലംഘനത്തിന്റെ പുതിയൊരു ഘട്ടമാണെന്നാണ്. അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, DNA എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജനിതക ജാതകം എന്ന് വേണമെങ്കിൽ പറയാം. അയാളെ എന്താണെന്ന്, ഇപ്പം പ്രജിതയുടെ DNA എന്ന് പറയുന്നത് ജനിച്ച അപ്പോൾ മുതൽ നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങളുടെ രക്തസാമ്പിളുകളോ അല്ലെങ്കിൽ സെറമോ എവിടെ നിന്നാണ് DNA സാമ്പിൾ എടുത്താൽ നിങ്ങളുടെ ആ ജാതകം, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ രീതികൾ എന്തൊക്കെയാണ്, നിങ്ങളെ ഭാവിയിൽ നിങ്ങൾക്ക് പറ്റാത്തത് എന്താണ്, പറ്റുന്നത് എന്താണ്, നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സാധ്യതയുള്ള രോഗങ്ങൾ എന്താണ്, നിങ്ങളുടെ മറ്റു ശൈലികൾ എന്താണ്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഒരാളുടെ ജനിതക ഘടന എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരു DNA, ആ DNA അതിനൊരു ബാങ്ക് സ്ഥാപിക്കുന്നു, അതിന് ശേഖരിക്കാനായി ഒരു ബാങ്ക് സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ലാബാണ്, കളക്ഷൻ ഡേറ്റാ ബാങ്ക് സ്ഥാപിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് വാർത്തയാവാൻ കാരണം അത് പുരുഷന്മാരുടെ ഡേറ്റാ ബാങ്ക് സ്ഥാപിക്കുന്നു എന്നർത്ഥമാണ്. വൈ പുരുഷന്മാർ എന്ന ചോദ്യമാണ് പെട്ടെന്ന് ഉയർന്നു വരുന്നത്. എന്താ സ്ത്രീകളൊന്നും ഇല്ലേ എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.